ഒരു പുതിയൊരു ഫോൺ ഓർഡർ ചെയ്യണമെന്നുള്ള ഒരു ആകാംക്ഷയിലിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോക്കോ M4 Pro 5G ഇന്ത്യയിൽ കാലുകുത്തിയെന്ന്. ഇതറിഞ്ഞ പടം ഞാൻ നേരെ ഓൺലൈൻ വെബ് സ്റ്റോറിൽ പോയിട്ട് സംഭവം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ നേരെ പോയി സംഭവം ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റാണ് പോക്കോ M4 Pro 5G. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ബോർ സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അതിഥി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ M4 Pro 5G ആണ്. അപ്പോൾ നമ്മുടെ പോക്കോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് പോക്കോ M4 Pro 5G. ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് 2 ദിവസം മുമ്പാണ് ലോഞ്ച് ആയിട്ടുള്ളത്. February 28 ആണിത് ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് ഇറങ്ങി അന്ന് തന്നെ സംഭവം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇവനെ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇവൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് അധികം സമയം പാഴാക്കാതെ നമ്മുടെ ഫോൺ നേരെ നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ പോക്കോൻ്റെ എപ്പോഴത്തെയും പോലെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്മുടെ കവറിൽ നമുക്ക് പുറത്തോട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബോക്സിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കേസ് പുറത്തോട്ടെടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലെക്സിബിൾ കേസാണ്, പിന്നെ നല്ല ട്രാൻസ്പാരൻസി ഉണ്ട്, അത്യാവശ്യം നല്ലൊരു കവറാണ്. അപ്പോൾ നമുക്ക് അടിയത്തെ ലെയർ ഓപ്പൺ ചെയ്യാം. അടിയത്തെ ലെയറിൽ നമുക്ക് കാണാം ഒരു 33 വാട്ടിൻ്റെ ഒരു അടിപൊളി ഫാസ്റ്റ് ചാർജറോട് കൂടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒപ്പം തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേബിൾ കിട്ടും. Type C പോർട്ടിൻ്റെ ഒരു അടിപൊളി കേബിളാണ്. അപ്പോൾ നമുക്ക് ഫോൺ നേരെ ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒപ്പം വന്നിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് കേസ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇത് നല്ല ഫിറ്റായിട്ടുള്ള കേസാണ്, അടിപൊളി കേസാണ്, അത്യാവശ്യം നല്ല റിഫ്ലക്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസൈൻ അങ്ങനെ തന്നെ അപ്പുറത്തോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബൂട്ടായി കഴിഞ്ഞു. കിട്ടുമ്പോൾ തന്നെ 24 GB യൂസ്ഡ് ആയിട്ട് ഉണ്ടാവും. പിന്നെ Android 11 ആണ് വരുന്നത്. MIUI 12.5 ആണ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വെർഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഈ ഫോൺ സാധാരണ 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. കൂൾ ബ്ലൂ, പവർ ബ്ലാക്ക്, യെല്ലോ, അങ്ങനെ 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് സ്പെസിഫിക്കേഷൻസ് വരുന്നത് 4GB 6GB 8GB റാമിലും 64GB 128GB റോമിലുമാണ് വരുന്നത്. ഞങ്ങൾ എടുത്തത് 4GB 64ൻ്റെ കൂൾ ബ്ലൂ വേരിയൻ്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ക്യാമറ അലൈൻമെൻറ്റ് വരുന്നത് 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുന്നത് ഒരു 5000 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് 5Gയുടെ ഡുവൽ സിമ്മും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇതിന് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 810ൻ്റെ ഒരു അടിപൊളി പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഇതിന് ടർബോ റാമിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇനിയും കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ബാക്കി ഇൻട്രോയ്ക്ക് ശേഷമാവാം. Zombie apocalypse. അപ്പോൾ നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രൊഫഷണൽ ലുക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പാനൽ കൊടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക ഒത്തിരി റഫ് ഫിനിഷിംഗ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല ഗ്ലേസി ബാക്ക് പാനൽ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇത് 5G എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡിസൈൻഡ് ബൈ പോക്കോയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ അലൈൻമെൻറ്റ് അത്യാവശ്യം നല്ലൊരു റിച്ച് പ്രൊഫഷണൽ ഒരു ലുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിനൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു IR ബ്ലാസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡബിൾ നോയിസ് ക്യാൻസലേഷൻ മൈക്കും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു വൈഡ് ആംഗിളിൻ്റെ ക്യാമറയും സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ക്യാമറയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ നമുക്ക് കാണിച്ചു തരാം. ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ഡിം ലൈറ്റിൽ ലേശം പെർഫോമൻസ് കുറവാണെന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ വൈഡ് ആംഗിൾ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഡ് ആംഗിൾ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഡിഗ്രി കർവ് കിട്ടുന്നുണ്ട് വൈഡ് ആംഗിളിന്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്യാമറയിൽ നമുക്ക് 1080 പിക്സൽ 60 FPS വരെ കിട്ടുന്നുള്ളൂ. ഇതിന് 4K റെക്കോർഡിങ്ങിൻ്റെ സപ്പോർട്ട് വന്നിട്ടില്ല. 1080 പിക്സലിൽ തന്നെ 30 FPS ഇടുമ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ പെർഫോമൻസ് ഭയങ്കര കുറയുന്നുണ്ട്. നമുക്ക് എനക്കുമ്പോൾ തന്നെ കാണാം എന്താ പറയുക ജസ്റ്റ് അതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ വളരെ മോശമാണ്. പക്ഷേ 60 FPS ഇടുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ലതെന്ന് വെച്ചാൽ വളരെ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോർമൽ ക്യാമറയുടെ വീഡിയോയിൽ സൂം എത്ര വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൂം ഒരു 6x വരെ വരുന്നുണ്ട് ഇതിൻ്റെ സൂം. പിന്നെ ഇതിൻ്റെ വൈഡ് ആംഗിളിൻ്റെ സൂം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈഡ് ആംഗിൾ എടുത്തു. അപ്പോൾ വൈഡ് ആംഗിളിൻ്റെ സൂം എങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിന് 2x വരെ വരുന്നുള്ളൂ. അത്യാവശ്യം കുറവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈഡ് ആംഗിൾ എടുത്ത കുറച്ച് ഷോർട്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ വൈഡ് ആംഗിൾ, ഇതിൻ്റെ നോർമൽ ക്യാമറ,
അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം കുറച്ച് ദോഷങ്ങളും പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിലോട്ടും കിടക്കാം. അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ക്യാമറ 50 മെഗാ പിക്സൽ ഉണ്ടെങ്കിലും ഇവൻ ഡിം ലൈറ്റിൽ പെർഫോമൻസ് ലേശം കുറവാണ്. പക്ഷേ അത്യാവശ്യം ഒരു 50 മെഗാ പിക്സലിൻ്റെ റേഞ്ചിലുണ്ട്. എന്നാലും ഇവൻ്റെ ക്യാമറ പെർഫോമൻസ് ഞാൻ വിചാരിച്ച ആ റേഞ്ച് എത്തിയില്ല. പോക്കോ X3 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ലൗഡ്നെസ് ലേശം കുറവുണ്ട്. പിന്നെ ഇതിൻ്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടെങ്കിലും ഇതിൻ്റെ താഴത്തെ സ്പീക്കറിനാണ് ലേശം കൂടുതൽ സൗണ്ട്, മോളിയത്തിന് ലേശം സൗണ്ട് ഇത്തിരി കുറവാണ്. അത്ര വലിയ ഇഷ്യൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ജസ്റ്റ് യൂസിങ് ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, നമുക്കൊരു ലെഫ്റ്റ് റൈറ്റ് ബാലൻസ് കുറവ്, അങ്ങനത്തെ ഒരു ബാലൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ ബാക്ക് പാനലാണ്. ഇതിൻ്റെ ബാക്ക് പാനൽ അത്യാവശ്യം നല്ലൊരു പ്രോ ഫിനിഷിങ് തരുന്നുണ്ട്. അത്യാവശ്യം കോളൊക്കെ ചെയ്യുമ്പോഴും എല്ലാത്തിലും നല്ലൊരു പ്രൊഫഷണൽ ലുക്കാണ് തരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് 90 ഹെർട്സും 60 ഹെർട്സും ആണ്. അപ്പോൾ 60 ഹെർട്സ് നമുക്ക് ചാർജിൽ വയ്ക്കണമെങ്കിൽ ഇടാം, 90 ഹെർട്സ് ഇതിൻ്റെ പെർഫോമൻസ് എടുക്കാനായിട്ട് ഇടാം. ഇത് അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ മിക്ക കാര്യങ്ങളും തപ്പി നോക്കി. ഇതുവരെ അങ്ങനെ ബഗ്ഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് തരുന്നത്. പിന്നെ ഇതിൻ്റെ MIUI വേർഷൻ വരുന്നത് MIUI 12.5 ആണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വരുന്നത്. പിന്നെ ഇത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.